ഈ ചോദ്യം അന്ന് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മറുപടി പറയുമായിരുന്നു. നിങ്ങളുടെ പോലെയുള്ള ഏത് മാധ്യമപ്രവർത്തനം ചോദിച്ചാലും മറുപടി പറയുമായിരുന്നു. എനിക്കെതിരായി ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും എന്താണ് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിക്കാതെ എനിക്കെതിരായിട്ട് ഏകപക്ഷീയവും നിരന്തരവുമായ ആക്രമണം സംഘടിപ്പിക്കുകയാണ്. എനിക്കെതിരായി വന്നിട്ടുള്ള ഒരു പ്രചരണം VS-നെ വെട്ടിക്കൊന്ന് പട്ടിക്കിട്ടുകൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നാണ്. അങ്ങനെ പറഞ്ഞ മാധ്യമത്തിൻ്റെ പേരിൽ ഞാൻ എറണാകുളം കോടതിയിൽ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസ് നടത്തും, അവസാനം വരെ പോകും. അപ്പോൾ ഒരു നീചൻ, ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകരൻ ഇതാ എന്ന മട്ടിലാണ് ഈ പ്രചരണങ്ങളെല്ലാം വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പ്രാഥമികമായി അറിയുന്നവർക്കെങ്കിലും അറിയാം, അതിൻ്റെ ഒരു സമ്മേളനത്തിലോ ഒരു കമ്മിറ്റിയിലോ ഇത്തരത്തിലൊരു പദപ്രയോഗവും ചിന്തിക്കാൻ പോലും ആവാത്തതാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന കാര്യം അറിയുന്നവർക്കെല്ലാം അറിയാം. സഖാവ് VS ഇവിടെ ആലുവയിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഇത് ചോദിച്ചു. അതിന് VS പറഞ്ഞ മറുപടി, അതെല്ലാം എതിരാളികളുടെ നെറികെട്ട ദുഷ്പ്രചരണമാണ്. ഇതായിരുന്നു VS-ന്റെ വാക്കുകൾ. അനിശ്ചിതകാല നിരാഹാര സമരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ രക്തഹാരമിട്ട് എന്നെ സമരപ്പന്തലിൽ ഇരുത്തിയത് VS ആയിരുന്നു. ഞാൻ കാസർകോട്ടൊന്ന് ക്യാപ്റ്റനായിട്ട് ആരംഭിച്ച സെക്കുലർ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്തു വന്ന് എൻ്റെ കയ്യിൽ ശുഭ്രപതാക ഏൽപ്പിച്ചതെന്ന് VS ആയിരുന്നു. SFIയുടെ ഒരൊറ്റ സംസ്ഥാന സമ്മേളനമേ മലപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ളൂ. അത് ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചുകൊണ്ടുവന്നത് VS-നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ താങ്കൾ പ്രയോഗിച്ച ഏതെങ്കിലും പ്രയോഗത്തിന്റെ പേരിലോ നിലപാടിന്റെ പേരിലോ താങ്കൾക്ക് അങ്ങനെ ഒരു വീണ്ടും വിചാരവും ഉണ്ടായിട്ടേ ഇല്ലേ? ഒന്ന്, എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ്. അതെൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ്. ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുൻപോട്ട് പോകാൻ ഊർജ്ജമാകുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ച് മാറില്ല.